മാഡത്തിന് പറയാനുള്ളത് മുഴുവൻ ജയന്തി കേട്ടു നോക്കൂ. ഈ ഒരു സമ്മാനം മാത്രമല്ല, ഇനിയും ഒരുപാട് സമ്മാനങ്ങള് ജയന്തിയെ കാത്തിരിക്കുന്നുണ്ട്. അതെവിടാ കൊന്ന സമ്മാനം കിട്ടുന്ന സ്ഥലം? ജയന്തി മുമ്പത്തെ പോലെയല്ല. ശ്യാമയും അവളുടെ മകളും ഇപ്പൊ എന്റെ ശത്രുക്കളാ. അതെന്തു പറ്റി മാഡം? അതിന്റെ കാരണമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇത്രയും കാലം ശ്യാമയുടെ സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നത് ഞാനായിരുന്നു. അതൊക്കെ ഒറ്റയ്ക്ക് ആസ്വദിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും പങ്കിടാനായിരുന്നു എന്റെ തീരുമാനം. ഇനിയിപ്പോ അങ്ങനെ പങ്കിടുന്ന കൂട്ടത്തിൽ ജയന്തി കൂടി ഉണ്ടാവും. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം. ഇപ്പൊ എന്റെ മുന്നിലുള്ള തടസ്സം രാധികയാ, ശ്യാമയുടെ മകൾ. ഈ അവധിക്കാല വസതിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുൻപ് രാധിക കൊല്ലപ്പെടണം. അത് ജയന്തി ചെയ്യണം. എന്റെ പൊന്നു മാഡം, ഞാൻ ഈ വായിട്ടലച്ച് വർത്താനം പറയുന്നല്ലാതെ അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ വിട്ടേക്കും മാഡം. അത്രയും നല്ലൊരു കൊച്ചിനെ ഞാൻ കൊല്ലാനോ? എനിക്ക് പറ്റില്ല മാഡം. ജയന്തി ഒന്ന് നിന്നെ. ജയന്തിയുടെ മൂത്ത മോളുടെ കല്യാണമല്ലേ, അത് നിനക്ക് ഭംഗിയായിട്ട് നടത്തണ്ടേ? ഞാൻ പറയുന്ന കാര്യം ജയന്തി നടത്തി തന്ന ജയന്തിയുടെ മകളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം, ആർഭാടമായി. ജയന്തി, ജീവിതത്തിലെ അവസരങ്ങൾ വളരെ കുറച്ച് നമ്മുടെ മുന്നിലേക്ക് വരൂ. ജയന്തിയുടെ മുൻപില് ഇപ്പൊ ഒരു അവസരമുണ്ട്. അത് ജയന്തി ഉപയോഗിച്ച ജയന്തിയുടെ ജീവിതം എല്ലാ കാലവും സുരക്ഷിതമായിരിക്കും. നിനക്കൊരു കുഴപ്പവും വരില്ല, അത് ഞാൻ നോക്കിക്കോളാം. അല്ല മാഡം, മോളുടെ കല്യാണമൊക്കെ നടത്തി തരാന്ന് പറയുമ്പോ എന്നാലും എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല മാഡം. നിനക്കിത് പറ്റും, പറ്റണം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താ മതി. മേഡം, എന്നാലും പിന്നെ ശ്യാമയോടുള്ള അതിരുവിട്ട സ്നേഹം കൊണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ശ്യാമയോട് പറയണോന്ന് ജയന്തിക്ക് തോന്നും. തോന്നാതിരിക്കട്ടെ. അഥവാ തോന്നിയ രാധികയ്ക്ക് മുൻപേ ജയന്തിയെയും കുടുംബത്തെയും എനിക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അയ്യോ, ജയന്തി പൊയ്ക്കും. നീ എനിക്ക് നല്ലത് വരാനേ ആഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. ചെല്ലു. മാഡം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന മനസ്സാ ആ പെണ്ണിന്റേത്. പക്ഷേ പണമേ ജയിക്കും. ജയന്തിയുടെ ആഗ്രഹങ്ങൾ ആകാശത്തോളം. ജയന്തി അത് ചെയ്യും, അതെനിക്ക് ഉറപ്പാ. രാധിയെ എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു മാർഗം കണ്ടെത്തിയേ പറ്റും. എല്ലാവരും കൂടി എൻ്റെ മുമ്പിലുള്ള എല്ലാ മാർഗങ്ങളും അടയ്ക്കുകയാണ്.
മുത്തശ്ശി അറിയിക്കാം. മുത്തശ്ശി